ജയസൂര്യയോടൊപ്പം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഒന്നിക്കുന്ന മേരി ആവാസുനോ തിയേറ്ററുകളിൽ. രാജചേട്ടന്റെ സിനിമയിലെ ഭാവി ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമാണ് മുന്നേ നിൽക്കുന്നത്. നല്ല ഫീൽ ഉണ്ട് മോന്റെ സിംഗിങ്ങില്. കുട്ടിപ്പാട്ടുകൂട്ടിലെ മിടുക്കൻ പാട്ടുകാരൻ നമ്മുടെ മഞ്ചേരിക്കാരൻ ശ്രീദേവ്. വെൽക്കം ശ്രീദേവ് ഓൺ സ്റ്റേജ്. ഓ, നിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ശരിയാ അല്ലേ? ഫോട്ടോ അല്ല ഇത്, എനിക്ക് ഇഷ്ടപ്പെട്ട പൈനാപ്പിളിന്റെ ഫോട്ടോ. പാട്ട് ഇതാണോ? പൈനാപ്പിൾ പോലൊരു പെണ്ണെന്നുള്ള പാട്ട്. ആ പൈനാപ്പിൾ പോലൊരാണ്. അതല്ല, അതല്ല പാട്ട്. വേഴാമ്പൽ കേഴു ആ പാട്ട്. അതിനാണോ നീ പൈനാപ്പിളിന്റെ? വേഴാമ്പലിന് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? പൈനാപ്പിളോ? വേഴാമ്പല് സാധാരണ കഴിക്കുന്നൊക്കെ മട്ടൻ ഫ്രൈയും അല്ലേ, അതൊക്കെയാണ് കഴിക്കുന്നത്. സാമ്പാറും ചോറും. അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മത്തങ്ങ. ഈ മത്തങ്ങയാണ് അതിന് ഏറ്റവും ഇഷ്ടം. മത്തങ്ങയല്ല, പൈനാപ്പിൾ, കൈതച്ചക്ക. ആ, കൈതച്ചക്ക. രാജചേട്ടന്റെ സിനിമയിലെ ഭാവി ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമാണ് മുന്നേ നിൽക്കുന്നത്. തിരിച്ചറിഞ്ഞില്ല ഇതുവരെ. ഞാൻ വിചാരിച്ചത് എന്റെ ഫ്യൂച്ചറിലെ ഒരു നായികയും ഒരു സംഗീത സംവിധാനം എന്നൊക്കെ വിചാരിച്ചത്. അതല്ലേ? അല്ല, അവനെല്ലാം ചെയ്യും. അതായത് ഞാൻ ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ ഞാൻ തന്നെ അഭിനയിച്ച, ഞാൻ പാടുന്ന പാട്ടിൽ ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു വേൾഡ് റെക്കോർഡ് എടുക്കാനാണ്. ഒരു റെക്കോർഡും കൂടെ വേണം. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയിരുന്ന് തിയേറ്ററിൽ കാണുന്നും കൂടെ. ചേട്ടാ ഇപ്പൊ തന്നെ ഒരു 10 സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം എഴുതിയത് അത് കഴിഞ്ഞു, ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഓ, ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു. സിനിമയൊന്നുമല്ല, ഞങ്ങളെല്ലാവരും കൂടി കറക്കി കൂട്ടിയിട്ടൊരു ഷോർട്ട് ഫിലിം. ഞാൻ കണ്ടായിരുന്നു. എന്തോ മന്ത്രവാദം, ഫേക്ക് മന്ത്രവാദം. ഫേക്ക് മന്ത്രവാദം. അയ്യോ, അത് കാണേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. മീനൂട്ടി പിന്നെ 3 ദിവസം ഉറങ്ങിയില്ല. അയ്യോ, അതെ. ഓക്കെ, ഇനി കൂടുതലൊന്നും സംസാരിക്കണം, പാടിക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. 1 2 3 2 2 3. വേഴാമ്പൽ കേഴും
റിംബോച്ചി എന്തോ റിംബോച്ചി പാട്ടൊക്കെ പാടി, ആ എനിക്കിഷ്ടപ്പെട്ടു, പാടിയൊക്കെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. റിംബോച്ചിക്ക് ഇന്നത്തെ ദിവസം ആ ശ്രുതി അങ്ങോട്ട് കയ്യിലോട്ട് വരാത്ത പോലെ ആ പൈനാപ്പിൾ കടിച്ച് തിന്നോ അതോ എന്തെങ്കിലും ആ വേഴാമ്പൽ കൊത്തിയോ എന്നൊക്കെ ഉള്ളൊരു സംശയം എനിക്കുണ്ട്. ഓക്കേ. അത് മായിക മോഹങ്ങൾ, അതുപോലെ പല സ്ഥലങ്ങളും കൈകൂപ്പി നിന്നു, കേഴുന്നുവോ, അവിടൊക്കെ ശ്രുതി അങ്ങോട്ട് അങ്ങടെ ലയിച്ച് വന്നില്ല. ഓക്കേ. എന്തൊരു പറ്റി അറിയില്ല സർ. ശ്രുതി വന്ന് കൂടെ കൂടിയിരുന്നെങ്കിൽ സംഭവം കിടുവായിരുന്നതിന്. ഓക്കേ സർ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഇതിനകത്ത് മാനേജ് ചെയ്യാം അല്ലേ? ആ. നമ്മൾ തളരാതെ വിഷമിക്കാതെ നമ്മൾ മുമ്പോട്ട് പോകും അല്ലേ? യു ആർ റിംബോച്ചി. യെസ്. ലംബോദർ റിംബോച്ചെ. അപ്പോൾ ശ്രുതിയെ കൂടെ കൂട്ടിക്കോ വരുമ്പോൾ. ഓക്കേ സർ. റിംബോച്ചേ, എന്തോ എങ്ങനെ ഉണ്ടായിരുന്നേ നീ പാടിയത്? അടിപൊളിയായിരുന്നു. പിന്നെ ടെമ്പോ ടെമ്പോ മാത്രമാണ് നിന്റെ കുഴപ്പമെന്നാണോ നീ പറയുന്നത്? അല്ല, ശ്രുതി പ്രശ്നമുണ്ട്, ടെമ്പോ ഉണ്ട്, രണ്ടും ഉണ്ടോ? രണ്ടും ഉണ്ട്. അപ്പൊ ശ്രുതിയും പോയി, ടെമ്പോയും പോയി, താളം പോയി, എല്ലാം പോയി. പിന്നെ അടിപൊളിയാണല്ലേ? അത് ഫസ്റ്റ് മാത്രമേ ഒന്ന് ലാഗ് ആയുള്ളൂ, പിന്നെ തൊട്ട് ടെമ്പോയിൽ കയറി. അല്ല, ഒരു കാര്യം സംശയമില്ല, അടിപൊളി അറ്റംപ്റ്റ് ആണ്. താങ്ക് യു. അപ്പൊ ഈ പാട്ടെന്ന് പറഞ്ഞാൽ അത്രയും ഗരിമ എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. ഗരിമ എന്ന് പറഞ്ഞാൽ ഡീപ്പാണ്. അപ്പോൾ അത് അത്രയും മെച്യൂരിറ്റി ഉണ്ടെങ്കിലേ ഇത് കൃത്യമായിട്ട് പാടാൻ പറ്റുള്ളൂ. അപ്പൊ കുഞ്ഞെന്നുള്ള രീതിയിൽ ലംബോദരൻ ഇന്ന് നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പാട്ട് പഠിച്ചതിൽ കുറെ തെറ്റുകൾ വന്നിട്ടുണ്ട്. അതാണ് എനിക്കൊരു അപാകതയായിട്ട് തോന്നിയത്. എന്തായിട്ട് തോന്നിയത്? അതാപകം. അതാപകം. അത് തന്നെ. You will become a great director, definitely. തുടക്കത്തിലുള്ള നോട്ട്സ് തന്നെ നീ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ, ഇത്രേ ഉള്ളൂ. നീ പാട് വേനൽ കുടീരം ഡീരം, അങ്ങനെ ഇല്ല. ഓക്കേ. അങ്ങനെ സിമ്പിൾ ആവുമ്പോഴാണ് ബ്യൂട്ടിഫുൾ. ഓക്കേ. ഇംഗ്ലീഷിൽ പറയും സിംപ്ലിസിറ്റി ഈസ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് സൊഫിസ്റ്റിക്കേഷൻ. എന്താണ്? Simplicity is the highest division of multiplication. ഡിവിഷൻ ഓഫ് സൊഫിസ്റ്റിക്കേഷൻ. Sophistication. ഹയസ്റ്റ് ഡിഗ്രി ഓഫ് സൊഫിസ്റ്റിക്കേഷൻ. സൊഫിസ്റ്റിക്കേഷൻ. ആ, അപ്പൊ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതൊക്കെ സിമ്പിൾ ആയിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇളയരാജ സാർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അനാവശ്യമായിട്ട് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട കേട്ടോ. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഹായ് മോനു. എന്തോ ഇമ്മീഡിയറ്റ് ആണല്ലേ റെസ്പോൺസ് ഒന്നും പറയാൻ. നല്ല ഫീലുണ്ട് മോൻ്റെ സിംഗിങ്ങിന്. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ലിറിക്സ് ഫീൽ ചെയ്തിട്ട് മോൻ പാടുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ മ്യൂസിക് ഫീൽ ചെയ്യണം എന്നുള്ളത് കറക്റ്റ്, പക്ഷെ ശ്രുതി ഉള്ളത് മെയിൻ കാര്യമാണ്. ശ്രുതി അല്ലേ? നമുക്ക് ശ്രുതി പോയി കേൾക്കുമ്പോൾ നമുക്ക് ഓരോ സമയത്തും ഇങ്ങനെ ഒരു മുഖത്തൊരു ക്രിഞ്ച് എക്സ്പ്രഷൻ വരും. അപ്പം അത് ഇല്ലാണ്ട് സൂക്ഷിക്കുക. പക്ഷെ അതല്ലാതെ നന്നായി എൻജോയ് ചെയ്തു. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഗുലാം അലി സാറിൻ്റെ ഒരു ഇതിലൊരു ഠുംരി ഉണ്ട്, അതാ എനിക്ക് ഓർമ്മ വന്നു. ആജാ ബലമ പരദേശി. ഈ പാട്ടിൻ ആൻറ്റിക്ക് ഓർമ്മ വന്നു. യു ആർ എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. ഓക്കെ. ഈ ഓളങ്ങൾ എന്ന സിനിമ 1982 ഇറങ്ങുമ്പം അതിഗംഭീര സിനിമയാണ്. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച കുട്ടി ആരാണ് അന്ന്? ആരാണ് ഇത്? മീനുട്ടി ചേച്ചിനെ ഞാൻ തരാണെങ്കിൽ മീനുട്ടി ചേച്ചി എന്ത് പറയും? അയ്യോ, ഉരുളല്ലേ നീ? അല്ല, പറ. ആരാ? ഞാൻ കണ്ടിട്ടില്ല. ബേബി അഞ്ജു ആണ് അഭിനയിച്ചത് മമ്മൂട്ടിയുടെ മോളായിട്ട്. വർഷങ്ങൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി നായകനായ കൗരവർ എന്നുള്ള പടത്തിൽ ആ ബേബി അഞ്ജു മമ്മൂട്ടിയുടെ ഭാര്യയായി, നായികയായി. നല്ല നന്നായിരുന്നു മോനെ കേട്ടാ. വെരി ഗുഡ്. റംബോച്ചി എന്തോ? അപ്പൊ റംബോച്ചിയുടെ മാർക്ക് ഇറ്റ്സ് 95 out of 100. താങ്ക് യു സർ. ലംബോദർ റിംബോച്ചെ is awarded a supreme today. താങ്ക് യു. ആദ്യ ഒരു വേഴാമ്പൽ പൂക്കുറ്റി. Congratulations, you are awarded a supreme. Thank you.